നമ്മൾ ഇനി പോകുന്നത് ഒരു അറിവിലേക്കാണ്. അറിവെന്ന് പറയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അറിവ് തന്നെയാണ്. കാരണം കുംഭഭരണി നാളിൽ സദ്യയുടെ കൂടെ ഓണാട്ടുകരയിലെ എല്ലാ വീടുകളിലും ഒരുക്കുന്ന ഒരു വിഭവമുണ്ട്, കൊഞ്ചും മാങ്ങ. കൊഞ്ചും മാങ്ങ തയ്യാറാക്കി തുടങ്ങിയതിന് പിന്നിൽ ഒരു കഥയുമുണ്ട്. ഓണാട്ടുകരയിൽ നിന്ന് ധന്യയും അമ്മ ചന്ദ്രികയും മകൾ ജാനകിയും ചേർന്ന് കൊഞ്ചും മാങ്ങ കറി തയ്യാറാക്കുകയാണ്. നമുക്ക് കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓണാട്ടുകരയിലെ നമ്മുടെ കുംഭഭരണി ദിവസം എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് കൊഞ്ചും മാങ്ങയും. അപ്പം നമ്മൾ കൊഞ്ചും മാങ്ങ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിന് ആദ്യം നമ്മൾ തേങ്ങ പൊട്ടിച്ച് ചിരകിയെടുക്കണം. തേങ്ങ ചിരകിയത് കുറച്ച് വേണം, ഒരു തേങ്ങയോളം വേണ്ടി വരും കൊഞ്ചിൻ്റെ അളവനുസരിച്ച്. മാങ്ങ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളാണ്: മാങ്ങ കൊത്തി അരിഞ്ഞത്, തേങ്ങ ചിരകിയത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, പിന്നെ പച്ചമുളകും വേണം. നമ്മൾ കൊഞ്ച് വറക്കണം. കൊഞ്ച് വറുത്ത് പൊടിച്ച് വേണം ഉണ്ടാക്കാൻ. കൊഞ്ച് വറുക്കത്തത് ഒരു 5 മിനിറ്റോളം വറക്കേണ്ടി വരും. അത് നമ്മൾ കൈകൊണ്ട് ഒടിച്ചു നോക്കുമ്പോൾ ഒടിയണം. അങ്ങനെ ആവുന്നത് വരെ കൊഞ്ച് വറുത്തെടുക്കണം. പിന്നെ നമ്മൾ മാങ്ങ ഉപയോഗിക്കുന്നത് കിളിച്ചുണ്ടൻ മാങ്ങയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പുളി കുറവുള്ള മാങ്ങ, ഒരുപാട് പുളിയുള്ള മാങ്ങ ഉപയോഗിക്കാറില്ല. കിളിച്ചുണ്ടൻ മാങ്ങയാണ് നമ്മൾ കൊഞ്ച് മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ വെക്കുന്നത് തോരൻ പോലെയാണ്, അല്ലാതെ നമ്മൾ ചിലയിടത്ത് അവിയൽ പോലെയും വെക്കുന്നുണ്ട്. നമ്മൾ സാധാരണ തോരൻ പോലെയാണ് കൊഞ്ചും മാങ്ങയും വെക്കാറ്. ഈ വറുത്ത കൊഞ്ച് നമ്മൾ ഒരു മുറം എടുത്ത് അതിൽ വെച്ചിട്ട് ചിരട്ട വെച്ച് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചിരട്ട വെച്ച് പൊടിച്ചത് നല്ലപോലെ പൊടിച്ചതിന് ശേഷം അത് അതിനകത്തുള്ള തലയും വാലും ഒക്കെ പൊടിയാതെ കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. എന്നിട്ട് വെള്ളത്തിൽ കഴുകി അരിച്ചെടുക്കും. ഇനി നമ്മൾ നെച്ചട്ടി എടുത്ത് അതിനകത്തേക്ക് എണ്ണ തടവി കൊടുക്കണം. ഒരുപാട് എണ്ണ ഒഴിക്കണ്ട, ആവശ്യത്തിന്. എന്ന് വെച്ചാൽ ഈ നമ്മൾ കൊഞ്ചും മാങ്ങയും അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. അത് നമ്മൾ ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കത്തില്ലല്ലോ. ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇച്ചിരി എണ്ണ തൂക്കി കൊടുക്കണം. അതിനുശേഷം അതിനകത്തേക്ക് തേങ്ങ ഇടുക. തേങ്ങ ചിരകി വെച്ച തേങ്ങയും ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്, മാങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് അതിലേക്ക് കൊഞ്ചും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കറിവേപ്പില ഇട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇത് ചെറുതീയിൽ, ഒരുപാട് തീയിടാൻ പാടില്ല, ചെറുതീയിൽ അടുപ്പിലേക്ക് വെച്ച് കുറേശ്ശെയായിട്ട് വെള്ളം കുടഞ്ഞ് വേവിക്കുക. കൊഞ്ചുമാങ്ങ ഉണ്ടാക്കുന്നതിന് ഒരു ഐതിഹ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ കൊഞ്ചുമാങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു.
അപ്പോഴാണ് നമ്മുടെ ഘോഷയാത്രയുടെ ശബ്ദം കേട്ടത്. രാവിലെ കുത്തിയോട്ടത്തിൻ്റെ ഘോഷയാത്ര പോകുന്ന ശബ്ദം കേട്ടു. അപ്പോൾ ആ ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ഏൽപ്പിച്ച് പോകാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ദേവിയോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരാം, ഇതൊന്ന് നോക്കിക്കൊള്ളേ ദേവിയെന്ന്. അപ്പോൾ പുള്ളിക്കാരി പോയി കണ്ടു. അത് കണ്ട് തിരിച്ചു വന്നപ്പോഴേക്കും കൊഞ്ചുമാങ്ങ എല്ലാം പാകമായി അടുപ്പിൽ നിന്ന് ഇറക്കി താഴ്ത്തു വെച്ചിരുന്നു. കൊഞ്ചുമാങ്ങ ഭരണ ദിവസം എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണെന്നാണ് പറയുന്നത്. ഇനി ഇത് നമ്മൾ അടുപ്പിൽ വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ, ആവിയിലല്ലേ, വെള്ളം കുടഞ്ഞല്ലേ വേവിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ കൊഞ്ചുമാങ്ങ എല്ലാം റെഡിയായെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ മാങ്ങയും കൊഞ്ചും എല്ലാം വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അമ്മയുടെ കൈ കൊടുത്ത് നോക്കാം. അമ്മ ഇതൊന്ന് നോക്കിക്കേ, എല്ലാം പാകത്തിനുണ്ടോന്നോ? എല്ലാം ഓക്കെ, എല്ലാം ഉണ്ടോ? എല്ലാം കറക്റ്റാണ്. ഇനി നമുക്കത് കൊഞ്ചുമാങ്ങ ഇലയിൽ വിളമ്പാം. ഇപ്പോൾ ഓണാട്ടുകരക്കാരുടെ കൊഞ്ചുമാങ്ങ എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി, അറിയാത്തവർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ അതിഥികളും അറിവുമായി വീണ്ടും എത്താം. നമസ്കാരം.